ആദ്യത്തെ വോട്ട് സ്വന്തം പേരിൽ ചെയ്യാൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിലും. ആദ്യം ഒരു ജനപ്രതിനിധിയായി ഇപ്പോൾ ഒരു പ്രസിഡന്റ് കൂടിയായി ഒരുപാട് സന്തോഷമുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നതും വോട്ട് ചെയ്യുന്നതും ഒക്കെ ആദ്യമായിട്ടാണ്. ഈ പഠനകാലത്തൊക്കെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു? പഠനകാലത്തുണ്ടായിരുന്നു, ഡിഗ്രിക്ക് പഠിക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? ഞാൻ PG സ്റ്റുഡന്റാണ്. ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റായി വരുമ്പം ഒരു എന്താണ് ഒരു ആദ്യത്തെ ഒരാളാണ് അതിന്റെ ഒരു ഇല്ല നമ്മുടെ പാർട്ടി ഉണ്ട്, നമുക്കൊരു മുന്നണി ഉണ്ട്, ഒരു ഭരണസമിതി ഉണ്ട്. ജനങ്ങളാണ് നമ്മളെ തെരഞ്ഞെടുത്തത്. ഒരു മെമ്പർ എന്ന നിലയിൽ പാർട്ടിയാണ് പ്രസിഡന്റ് സ്ഥാനം തരുന്നത്. അപ്പോൾ പേടിയില്ല, പാർട്ടി പിന്നിലുണ്ട്, ഒരു മുന്നണി മുന്നിലുണ്ട് എന്നുള്ള ഒരു ധൈര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പ്രസിഡന്റ് ആവുമെന്ന് കരുതിയിരുന്നു? ഇല്ല, ഒരിക്കലുമില്ല. എന്താണ് പഞ്ചായത്ത് മെമ്പറാവുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നീടെല്ലാം സർപ്രൈസ്. ഇത്രയും കാലം LDF ഭരിച്ച CPM-ന്റെ ഒരു കുത്തക പഞ്ചായത്താണ്, അവിടെയാണ് ഇങ്ങനെ അട്ടിമറി വിജയം നേടി വിജയിച്ചിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? 40 വർഷം EMSന്റെ നാട് എന്നറിയപ്പെടുന്ന നാട്ടിൽ ഇപ്പോ ഒരു 4 വർഷത്തിന് ശേഷം വീണ്ടും ഒരു ഇലക്ഷൻ വന്നു. അതിൽ നമുക്ക് അറിയപ്പെടാൻ കഴിഞ്ഞു. ഒരു മുസ്ലിം ലീഗിന്റെ ഒരു പ്രസിഡന്റായിട്ട് തന്നെ നമുക്ക് അറിയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. പൊതുപ്രവർത്തന രംഗത്ത് ഇനി ഉണ്ടാകും, സജീവമായിട്ടുണ്ടാവും. ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞാലും ഉണ്ടാവും. ഈ ഫാമിലിയിൽ നിന്നൊക്കെ ഉള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? നല്ല സപ്പോർട്ടുണ്ട്. ഹസ്ബൻഡിന്റെ വീട്ടുകാരായാലും സ്വന്തം വീട്ടുകാരായാലും പാർട്ടി പ്രവർത്തനങ്ങളിൽ പൊതുരംഗത്തുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ നല്ല സപ്പോർട്ടുണ്ട്. ഏതായാലും സംസ്ഥാനത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഈ ഏലം